ഏതോ ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട് അവിടേക്ക്. എൻ്റെ എതിരായുള്ള ആളുകളായിരിക്കാം, പക്ഷെ ഞാൻ രാംസന്താണ്. ഞാൻ എത്രയും പെട്ടെന്ന് അവൻ്റെ അടുത്ത് പോകാറില്ല. അവർ എൻ്റെ ഇരിക്കത്തുമ്പളേ വരാറുള്ളൂ. ഞാൻ എന്നെ പറഞ്ഞു വിടും. പടയാളികൾക്ക് അവൻ തടയാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ പിതാവിൻ്റെ ആദ്യത്തെ മകൻ, അതായത് എൻ്റെ ഏട്ടനായ ജാമന്തറിനെ കൊണ്ടുപോയി വിടാം. അതേ ഇനി നടക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ജാമന്തർ വേഗം അവനെ പോയി തടഞ്ഞിട്ട് വരും. റോബർട്ട് ക്ലാർക്ക്, നിന്നെ ഞാൻ അവിടെ വിളിച്ചു കാരണം ഞങ്ങളുടെ ടീമിലെ ആള് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നിങ്ങൾ വില്ലനായി തന്നെ ഇരിക്കണോ? പിന്നെന്താ ഞാൻ നിങ്ങളെ സഹായിക്കണം. ഇങ്ങനെയൊക്കെ കാര്യം ചെയ്തു പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പേര് കിട്ടും. അതിന് വേണ്ടിയാണ്. എല്ലാവരും ശാന്തമായിരിക്കും. ഇവിടെ എല്ലാം ഇരുട്ടായി. രാംസന്ത് വന്നോണ്ടിരിക്കുകയാണ് തോന്നുന്നു. മാത്രമല്ല ശക്തിയിൽ കാറ്റും വീശുന്നുണ്ട്. സമയമായി. അവൻ വന്നു എന്ന് തോന്നുന്നു. ഇതയാളെ പറയണ് ഇരുട്ടിന്റെ മഹാഭൂതം. അവന്റെ രൂപം നമുക്ക് ശരിക്കും കാണാൻ കഴിയുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും? എന്താ ചെയ്യേണ്ടത് എനിക്ക് പോലും അറിയാതിരിക്കണം. നീ ഇങ്ങനെ പറഞ്ഞ എങ്ങനെയാ? കം ഡൗൺ ജെറ്റ്. ഇതെന്താ ഇരുട്ടും മിന്നിറ്റും വന്നിട്ടും പോണോ? ഇതെന്താണ്? അപ്പോൾ ഞാൻ ക്ലൈമാക്സിൽ കൊണ്ടുവന്ന് കളയാം. മതി രാംസന്ത്, നീ അവിടേക്ക് വന്ന് അവിടെ തന്നെ തിരിച്ചു പോകുന്നതാ നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ കഷ്ടപ്പാട്. അത് തന്നെ എല്ലാവരും അഗ്രി ചെയ്യില്ലേ? അതെ. അപ്പോൾ പൊയ്ക്കോ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ എണീക്കൂ. ഞാനത് സഹായം ചെയ്യണം. വേണ്ട, ഇവന്നെ ഞാൻ നേരിട്ട് കൊള്ളാം. ഒരു മിനിറ്റ്, നിങ്ങളുടെ അടുത്ത് ആരാ പറഞ്ഞ് ഞാൻ രാംസന്താണെന്ന്? പിന്നെ ഞാൻ രാംസന്ത് അല്ല, രാംസന്തിൻ്റെ ഏട്ടനായ ജാമന്തറാണ്. അപ്പോൾ അങ്ങനെയാണല്ലേ? എന്നാൽ നിന്നെ തോപ്പിക്കാൻ കുറച്ച് ത്രില്ലായിരിക്കും എനിക്ക്. ആ ഗിറ്റാർ എന്തിനാ? പറയാൻ വന്നേ. ഇതൊക്കെയാണ് കാര്യം. അപ്പം ഈ ഗിറ്റാർ അത് യൂസ് ഉണ്ടാവില്ലേ? പണ്ടുപോലെ ഗിറ്റാർ ഞാൻ ഉപയോഗിച്ചിട്ടില്ലല്ലോ. എനിക്ക് തീരെ ഒന്നുമില്ല. ഞാനൊരു സത്യം പറയട്ടെ, നീ ശരിക്കും ഒരു മണ്ടനാണ്. ഇതൊരു വലിയ സത്യമാണ്. നിന്നെ കാണാൻ അറിയണ്ട്. നീ ഒരു ഉറുമ്പിനെ പോലെയാണ്. ഉറുമ്പിൻ്റെ പോലും ധൈര്യമില്ല നിക്ക്. ഇത്രയും ചെറിയ ആളാണ് എന്നെ തോപ്പിച്ചിട്ട് നിൽക്കാൻ പോണത്. ഇത്രയും വലിയ ലീഡർ. എനിക്ക് ദോഷമാണോ? ഞാൻ എനിക്ക് പോലും അറിയില്ല. നന്നായി. മാഷോൻ്റെ അകത്തുള്ള വന്ന കോപത്തിൻ്റെ ഒരു മ്യൂസിക്കാണ് ആ ഗിറ്റാറിന് വന്നത്. അത് തന്നെയാണ് ജാമന്തറിൻ്റെ
നാശത്തിന് കാരണവും. അവൻ എന്റെ കൈരങ്ങൾ കിട്ടിയോ? ഞാൻ പിന്നീട് സമാധാനിക്കൂ. നിന്റെ ദേഷ്യം കൊണ്ടേ അവൻ ഭസ്മമായി പോയി. എന്ത് ജാമന്താർ തീർന്നോ? നിങ്ങളുടെ ഉള്ളിൽ വന്ന കോപത്തിൽ നിന്നും അവൻ നശിച്ചു പോയി. അതെന്തായാലും നന്നായി. നമ്മുടെ വഴിയിൽ നിന്നും ഒരു തടസ്സം പൊടിഞ്ഞുപോയി. അടുത്തത് നമുക്ക് രാംസന്ത് അവനെ തോൽപ്പിക്കാനുള്ള വിദ്യകൾ നോക്കാം. നമ്മളെന്തായാലും പൂർണ്ണ ശക്തിമാന്മാരായി കഴിഞ്ഞു. പക്ഷേ രാംസന്തിനെ തോൽപ്പിക്കുന്നത് ഇങ്ങനെയല്ല. ഇത് ജാമന്താർ രാംസന്തിന്റെ ഏട്ടനായിട്ട് കുറച്ച് ശക്തി ഉണ്ടാവേണ്ടതല്ലേ? പക്ഷേ ഇപ്പൊ വന്നില്ല. രാംസന്തിന്റെ ഏട്ടനെ പറ്റി നമ്മളത് കേട്ടില്ല. കാരണം രാംസന്തിന്റെ ഏട്ടൻ ജാമന്താണ്, അത്രയും ശക്തിയില്ല. പക്ഷേ രാംസന്തിന്റെ ശക്തി കുറച്ചും കൂടെ അധികമാണ്. അതിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പം ഞാൻ മാത്രമേ എൻ്റെ ശക്തി കാണിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും കാണിക്കേണ്ട സമയം എടുത്തിരിക്കുന്നു. എന്തായാലും നാളെ പുലർച്ചെ നമുക്ക് പുറപ്പെടാം രാംസന്തിൻ്റെ കൊട്ടാരത്തിലേക്ക്. എന്നിട്ട് നമുക്ക് നോക്കാം ആ രാംസന്തിനെ കീഴടക്കാൻ പറ്റുമെന്ന്, എന്നിട്ട് ഈ കിറ്റാൻ്റെ അകത്തുള്ള ആളിനെ രക്ഷിക്കാൻ പറ്റുമെന്നും. ഈ ഒരു നിമിഷമാണ് നമ്മൾ യുദ്ധത്തിന് ശരിക്കും തയ്യാറെടുത്ത്. ഇനിയാണ് സൂപ്പർ വാർ.